ശ്രീമതി യു പ്രതിഭ. സ്പീക്കർ സർ, നമ്മുടെ കേരളത്തിലെ തന്നെ എല്ലാ സ്ഥലങ്ങളും ശരാശരി മലയാളി എന്ന നിലയിൽ നമ്മൾക്ക് പോലും കാണാൻ കഴിയുന്നത്. പക്ഷേ പല സിനിമകളും കാണുമ്പോഴാണ് ഇത്രയും മനോഹരമായ സ്ഥലങ്ങൾ കേരളത്തിലുണ്ട് എന്ന് നമ്മൾ തന്നെ അറിയുന്നത്. ഇപ്പോൾ സിനിമ ചിത്രീകരിക്കപ്പെടുന്നുണ്ട് പല നല്ല സ്ഥലങ്ങളിലും. സർ, നമ്മുടെ ഈ നാട്ടിൽ മാത്രമല്ല, അന്യ സംസ്ഥാന അനുയോജ്യമായ പ്രദേശങ്ങളെ മറ്റു ഭാഷകളിലുള്ള സിനിമാ പ്രവർത്തകർക്ക് ലൊക്കേഷനാക്കാൻ, പരിചിതമാക്കാൻ കഴിയുമോ? അതിനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സിനിമ ടൂറിസം നമ്മൾ ഇത്തവണ പുതുതായി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് സർ. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. അദ്ദേഹവുമായി നേരത്തെ 2 തവണ ചർച്ച ചെയ്തതാണ്. 2 നിലയിലാണ് സിനിമ ടൂറിസത്തെ കാണുന്നത്. ഒന്ന്, മലയാള സിനിമകൾ ഉൾപ്പെടെ, അതുപോലെ മറ്റ് നിലവിൽ ഷൂട്ട് ചെയ്ത സിനിമകൾ. ആ ഷൂട്ട് ചെയ്ത സിനിമകളുടെ ലൊക്കേഷൻ നമുക്കൊരു നൊസ്റ്റാൾജിക് അനുഭവം നൽകുന്നതാണ്. പല സിനിമകളും നമ്മളതിൻ്റെ പാട്ട് ചെറുപ്പത്തിലുള്ളതും ഇപ്പോഴൊക്കെ കാണുമ്പോഴും ആ ചിത്രീകരിച്ച രംഗങ്ങളിലെ സ്ഥലങ്ങൾ അത് ഇപ്പോഴും നമുക്ക് കാണുമ്പോൾ ഒരു വല്ലാത്ത താല്പര്യമാണ് സർ. ഇപ്പോൾ താമരശ്ശേരി ചുരം എന്നുള്ള വെള്ളാനകളുടെ നാട് ചിത്രീകരിച്ച ശ്രീ കുതിരവട്ടം പപ്പുവും മോഹൻലാലും ഒക്കെയുള്ള രംഗങ്ങൾ ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആ സ്ഥലം ഇങ്ങനെ ഓർത്തോർത്ത് നിൽക്കുന്ന സ്ഥിതിയാണ്. മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട എൽദോസ് ചൂണ്ടിക്കാട്ടിയ മണിച്ചിത്രത്താഴിലെ കുതിരവട്ടം പപ്പു വെള്ളം എന്ന് പറഞ്ഞ് ചാടുന്ന സ്ഥലം, അതുപോലുള്ള പല വീടുകൾ ഇതൊക്കെയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കിരീടം പാലം, സിബി മലയിൽ സംവിധാനം ചെയ്ത കിരീടം സിനിമയിലെ പാലം സിനിമാ ടൂറിസത്തിൻ്റെ ഭാഗമാക്കി മാറ്റി ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം അധികം വൈകാതെ നടക്കാൻ വേണ്ടി പോകുന്നു സാർ. രണ്ടാമത്തെ ഒരു പ്രശ്നം, കേരളത്തിന് പുറത്തുള്ള സിനിമകൾ ഷൂട്ട് ചെയ്യാൻ കേരളത്തിലേക്ക് ആളുകളെ ആകർഷിക്കുക എന്നുള്ളതാണ്. അത് നമുക്കൊരു വലിയ റവന്യൂ കൂടി നൽകുന്നൊരു സ്ഥിതിയാണ്. അതിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക മാർക്കറ്റിംഗ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്, നടത്തിക്കൊണ്ട് കേരളത്തിലേക്ക് കൂടുതൽ സിനിമ, കേരളത്തിന് പുറത്തുള്ള സിനിമ. അപ്പോൾ ഉദാഹരണത്തിന് ശ്രീ മണിരത്നത്തിൻ്റെ മുംബൈ ഷൂട്ട് ചെയ്തത് ബേക്കലിലാണ്. ബേക്കൽ MLA ഇവിടെയുണ്ട്. ഒരുപാട് സിനിമകൾ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഗാനരംഗങ്ങൾ ഉൾപ്പെടെ. അതുപോലെയുള്ള സിനിമകൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കേരളത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതി ഞങ്ങൾ ഒരുമിച്ച് ആലോചിച്ച് നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണെന്നുള്ളത് സഭയെ അറിയിക്കുക.